ഇപ്പോഴും മരുമകനും അമ്മായിയപ്പനും മാത്രമല്ല. ഞാനിപ്പോൾ രാവിലെ ഇന്നിപ്പോൾ ഈ പരിപാടിക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഡ്രൈവിംഗ് സ്കൂൾ ടീച്ചർമാർ നടത്തുന്നൊരു സമരമുണ്ട്. അവരുടെ ആ സമരത്തിൽ പങ്കെടുത്തു. ആ സമരത്തിൽ പങ്കെടുത്തപ്പോൾ അവർ പറയുന്നത് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി വിദേശത്താ, ഗണേശനും വിദേശത്താ. അപ്പോൾ ഇതൊക്കെ ആരൊക്കെ വിദേശത്തുണ്ടെന്നും ഇനി കണ്ടുപിടിക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം കിറ്റക്സിന്റെ മുതലാളി സാബു കുമാർ വിദേശത്താണെന്നുള്ള കാര്യം കേട്ടില്ല കേട്ടോ. അതിപ്പോ ഞാൻ ആ യോഗത്തിൽ പോയപ്പോ അവിടുത്തെ ആൾക്കാർ പ്രസംഗിക്കുന്നത് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, എനിക്കും അറിയില്ല. അപ്പൊ ഗണേശും ഇതെല്ലാം അലങ്കോലാക്കിയിട്ട് വിദേശത്തെ യാത്രയിലാണെന്നാണ് അവർ പറയുന്നത്. അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഗണേഷ് കുമാർ കൃത്യമായി മറുപടി പറയേണ്ട ഒരു കാര്യം തലസ്ഥാനത്ത് നടന്നതാ ഒരാഴ്ച മുമ്പ്. ഒരു KSRTC കണ്ടക്ടറും ക്ഷമിക്കണം ഡ്രൈവറും നമ്മുടെ മേയറും തമ്മിൽ. അതിന് കൃത്യമായ ഒരു ഉത്തരം നൽകേണ്ട KSRTCയുടെ ചുമതലയും ഒക്കെയുള്ള ഗതാഗത മന്ത്രി ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അപ്പോൾ വിദേശത്താണല്ലേ എന്നാണ് ഇന്ന് കേട്ടത്. അത് മാത്രമല്ല, ഇപ്പം മേയർ കുട്ടിയുടെ അഭ്യാസ പ്രകടനത്തിന് ഉത്തരം പറഞ്ഞില്ല എന്നുള്ള ഒരു വശം. ഇവിടെ 15 ലക്ഷം യുവാക്കളുടെ വണ്ടിയുടെ RC ബുക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞ് കൊടുക്കുന്നില്ല. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നില്ല. ലൈസൻസ് 4.5 ലക്ഷം വരുന്ന യുവാക്കൾ, അവരുടെയൊക്കെ ജീവിതം മുന്നിൽ വെച്ചുകൊണ്ടുള്ള സാധനമാണ് ഈ ലൈസൻസ്. അത് കൊടുക്കുന്നില്ല. കുത്തഴിഞ്ഞ അവസ്ഥ. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടക്കുന്നില്ല. സമരം നടക്കുന്നു. വിദേശത്താ. ഇദ്ദേഹം എന്ന് വരും എന്ന് വല്ല ആർക്കറിയാം? കാര്യം അറിയാം. ഇപ്പൊ മുഖ്യമന്ത്രി എന്ത് വരും എന്നറിയില്ലല്ലോ.